ഹലോ മുത്തുമണി, എന്തൊക്കെ പാട് സുഖല്ലേ? അപ്പൊ ഇന്ന് എന്താ വീഡിയോ വെച്ചാല്, ഞാൻ ഒമാനിലാന്ന് ഇതിനു മുമ്പ് നിങ്ങളോട് പറയുന്നു. അപ്പൊ ഒമാന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചോ. അധികം ഇരുന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയാം. അപ്പൊ വീഡിയോ കാണുന്നവർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. ഇവിടെ റോഡ് സൈഡിൽ ഒരു ഒമാനി സഹോദരൻ ഈത്തപ്പഴം വിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചാട്ടെ ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാം. മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈത്തപ്പഴത്തിന്റെ കാര്യം. കാരണം ഈത്തപ്പഴം ഈ ടൈമിൽ ഏകദേശം ഒരു പച്ചയാണ്. അതൊരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ടൈം ആകുമ്പോൾ നല്ല പഴുത്ത ടൈമിൽ കാരണം അന്നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു രണ്ട് കളർ ഉണ്ടാവും. ഒന്നൊരു മഞ്ഞ കളറും അതുപോലെ തന്നെ ഒരു ചുവപ്പ് കളറും. ഇതിവിടെ റോഡ് സൈഡിൽ ഇവിടുത്തെ ഒമാനികൾ വിൽക്കണം കേട്ടോ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഒന്ന് വീഡിയോ എടുക്കട്ടെ പറഞ്ഞപ്പോ ജസ്റ്റ് കുഴപ്പമില്ല എടുത്തോന്ന് പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് കാണിച്ചു കേട്ടോ. അപ്പൊ ജസ്റ്റ് കണ്ടില്ല നിങ്ങള് ഈ കാണാൻ കണ്ടില്ല നിങ്ങള് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു സൈഡിലെ റോഡിന്റെ സെന്ററിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് അവർ നട്ടുപിടിപ്പിച്ചേട്ടോ. നമ്മുടെ നാട്ടിൽ ഓരോരുത്തര് ഓരോന്ന് നശിപ്പിക്കുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർ നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തേട്ടോ. ഒരുപാട് ബംഗാളി ജോലിക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിട്ട് ഇതിനെ നോക്കി വളർത്തിയിട്ട് നല്ല വെള്ളം കൊടുത്തിട്ട് കണ്ടില്ല നിങ്ങള്. നല്ല രസമുള്ള ടൈപ്പ്. അതായത് ചൂട് ടൈം കൂടിയാണ്. ഈ ചൂട് ടൈമിൽ ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതിന് നല്ല നോക്കിയോണ്ടാണ് ഈ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും കാരണം ഈ ടൈമിലൊക്കെ വാടി പോകേണ്ട പൂക്കളാണ് ഇതൊക്കെ. പക്ഷെ ഈ ടൈമിൽ ഇവർ നല്ല ഇതിനെ പരിപാലിക്കുന്നുണ്ട് കേട്ടോ. ഒമാന് പറഞ്ഞാല് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഈ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഒമാന് ഒരുപാട് ബിൽഡിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും കൊണ്ടല്ല എന്താണ് ഒരു ഗൾഫ് കൺട്രീസിന്റെ രൂപത്തിൽ നിൽക്കുന്നത്. എല്ലാ രീതിയിലും നോക്കിയാലും ഒരു പച്ചപ്പ് മാത്രമാണ്. അതിന് മെയിൻ ഉദാഹരണമാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ. ഇത് കണ്ടില്ലേ നിങ്ങള്, ഒരു അടിപൊളി ഒരു മരം ഒരു ചെടിയാണ്. വലിയൊരു ചെടിയായി വളർന്നിട്ട് കണ്ടില്ല നിങ്ങൾ. നല്ല രീതിയിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഒരുപാട് അടിപൊളിയായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ. ഒരുപാട് ബംഗാളി സുഹൃത്തുക്കൾ നല്ല അടിപൊളിയാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടില്ല നല്ല ചൂട് വേർത്തൊലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങളെ കാണിച്ചാൽ പറ്റില്ല. കാരണം നല്ല ക്ഷീണമുണ്ട്. കാരണം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ ടൈമാണ്. അതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ എത്ര ഉള്ളു ചെറുതായിട്ട്. കാരണം ഇനിയും കാണിച്ചു തരേണ്ട, അധികം വൈകാതെ ഒരുപാട് വീഡിയോസ് ചെയ്യേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം